ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പര ആവേശകരമായി പുരോഗമിക്കുകയാണ്. ആദ്യ രണ്ട് മത്സരവും ഇന്ത്യ വിജയിച്ചപ്പോൾ മൂന്നാം മത്സരത്തിൽ തകർപ്പൻ ജയത്തോടെ ഇംഗ്ലണ്ട് തിരിച്ചുവരവ് നടത്തി. ഇതോടെ 5 പരമ്പരയിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. പ്രധാന താരങ്ങളെല്ലാം ഫ്ലോപ്പാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിരാശ നൽകുന്നത് സഞ്ജു സാംസന്റെ പ്രകടനമാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും സഞ്ജുവിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഷോർട്ട് ബോൾ കെണിയിൽ സഞ്ജു തുടർച്ചയായി പുറത്താവുകയാണ്. സഞ്ജുവിന്റെ പ്രകടനത്തിൽ ടീം മാനേജ്മെന്റും അതൃപ്തരാണ്. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ഇന്ത്യയുടെ ഓപ്പണർ റോളിൽ എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നത് പ്രധാന ചോദ്യമാണ്. ഇപ്പോഴത്തെ സഞ്ജു സാംസണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ അമ്പാട്ടി റായുഡു. സഞ്ജു സാംസൺ തന്റെ സാങ്കേതികത മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ലെഗ് സൈഡിലേക്ക് മാറി ഫുൾ ഷോട്ട് കളിക്കാൻ പാടില്ല. നിലയുറപ്പിച്ച ശേഷം ഫുൾ ഷോട്ട് കളിക്കാം. കട്ട് ഷോട്ട് കളിക്കേണ്ട പന്തുകളിൽ ഫുൾ ഷോട്ട് കളിക്കരുത്. ക്രീസിനെ നന്നായി ഉപയോഗിച്ച് കളിക്കുമ്പോൾ ഫുൾ ഷോട്ട് കളിക്കുന്നത് പ്രയാസമാണ്. സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവേ അമ്പാട്ടി റായുഡു പറഞ്ഞു. സഞ്ജു ബാക്ക് ഫുട്ടിലാണ് ഫുൾ ഷോട്ട് ശ്രമിച്ചത്. ആർച്ചറിന്റെ 140-ലധികം വേഗതയിലെത്തുന്ന പന്തും കൃത്യമായ ടൈമിംഗ് കണ്ടെത്താൻ സഞ്ജുവിന് സാധിക്കുന്നില്ല. ഇതാണ് സഞ്ജുവിന്റെ പ്രധാന പ്രശ്നം. സഞ്ജു സാംസന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥിരതയാണ്. കരിയറിന്റെ തുടക്കം മുതൽ സഞ്ജുവിന് സ്ഥിരത കാട്ടാനാവുന്നില്ല. ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരെല്ലാം അവസരത്തിനായി കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വരുന്ന 2 മത്സരങ്ങൾ വളരെ നിർണായകമാണ്. ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും സഞ്ജുവിന് വലിയ പിന്തുണ നൽകുന്നുണ്ട്. എന്നാൽ ഇതേ മോശം ഫോമിൽ തുടർന്നാൽ ഇരുവരും സഞ്ജുവിനെ കൈവിടുമെന്ന് ഉറപ്പാണ്. ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുൻപ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജു സാംസണും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതകളാണുള്ളത്. സഞ്ജു വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തതുമായി ബന്ധപ്പെട്ടും വിവാദമുണ്ടായിരുന്നു. സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും തഴഞ്ഞിരുന്നു. ഇതെല്ലാം സഞ്ജുവിനെ മാനസികമായി ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം.